അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് മഗ്‌രിബോട് കൂടി കടന്നു വരുന്നു പരിശുദ്ധമായ റജബ് 27-ന്റെ പുണ്യമായ രാവ്. ഒരു കൂട്ടം കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ മറന്നു പോവരുത്. എന്തൊക്കെ കാര്യങ്ങൾ പറയണം, ചെയ്യണം, എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. ഇസ്രാ മിഅ്റാജ് അത് കേൾക്കുമ്പോൾ തന്നെ പല ആളുകളും അതിനെ വിമർശിക്കാറുണ്ട്. പ്രത്യേകിച്ച് യുക്തിവാദികൾ, എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു വിഭാഗം, അവർ ഇതിനെ എടുത്ത് വിമർശിച്ച് ഒരുപാട് കണ്ട് ഇതിനെ പരിഹസിക്കുന്നുണ്ട്. അവരോട് ഒരൊറ്റ കാര്യം മാത്രമാണ് പറയാനുള്ളത്. റജബ് 27-ന്റെ സുന്ദരമായ രാവ് ഇന്നത്തെ മഗ്‌രിബോട് കൂടി കടന്നു വരുന്നു. എൻ്റെ ഉമ്മമാരെ, ഉപ്പമാരെ, റജബ് 27-ന്റെ രാവിലും പകലിലും ചെയ്യേണ്ട, പറയേണ്ട ഒരു കൂട്ടം ദുആകൾ, ദിക്റുകൾ, തസ്ബീഹുകൾ, ഒരു കൂട്ടം അമലുകൾ എല്ലാം അടങ്ങുന്ന ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇന്നത്തെ മഗ്‌രിബോട് കൂടി നമ്മളിലേക്ക് കടന്നു വരുന്നത് പരിപാവനമായ റജബ് 27-ന്റെ രാവാണ്. ഒരുപാട് ശ്രേഷ്ഠതകളും ഒരുപാട് ഫളീലത്തുകളും ഒരുപാട് മഹത്വങ്ങളും നിറഞ്ഞു നിൽക്കുന്ന രാവാണ്. ഇത് പറയാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. എന്നാൽ കൂടി സാന്ദർഭികമായി അതിനെപ്പറ്റി ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. ഇന്നത്തെ മഗ്‌രിബോട് കൂടി കടന്നു വരുന്ന റജബ് 27-ന്റെ രാവ്, നാളെ പകൽ റജബ് 27-ന്റെ പകൽ, ഇനിയുള്ള സന്ദർഭങ്ങളിൽ, ഇനിയുള്ള സമയങ്ങളിൽ, മണിക്കൂറുകളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്ക് കടന്നു വരാം. റജബ് തന്നെ അത്ഭുതപ്പെടുത്തുന്ന മാസമാണ്. അതിൽ പ്രത്യേകിച്ച് അല്ലാഹു തആല വലിയ അത്ഭുതം നിറച്ചു വെച്ചിട്ടുള്ള ഒരു ദിവസമാണ് റജബ് 27-ന്റെ ദിവസം. ആ റജബ് 27-ന്റെ ദിവസത്തിൽ, അതിൻ്റെ രാവിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും ആഹ്ലാദവും ഉണ്ടായ ഒരു അസുലഭ മുഹൂർത്തമായിരുന്നു ഇസ്രാ മിഅ്റാജ്. ആ ഇസ്രാ മിഅ്റാജ് സംഭവിച്ചത് ഇന്നത്തെ മഗ്‌രിബോട് കൂടി കടന്നു വരുന്ന ആ ഒരു സന്ദർഭത്തിലാണ്. അതായത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു റജബ് 27-ന്റെ രാവിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ, അല്ലാഹനെ കാണാൻ മുത്തു റസൂല് എങ്ങോട്ട് പോയത്? ബുറാഖ് എന്ന വാഹനത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൂടെ 7 ആകാശവും കടന്ന് അല്ലാഹ് എവിടെയാണോ ഉദ്ദേശിച്ചത് ആ സ്ഥലത്ത് പോയി അല്ലാഹനെ കണ്ട്, സ്വർഗത്തെ കണ്ട്, നരകത്തെ കണ്ട്, ലൗഹിനെ കണ്ട്, ഖലമിനെ കണ്ട്, അതുപോലെ അർശിനെ കണ്ട്, മലക്കുകളെ കണ്ട്, എല്ലാം കണ്ട് കേട്ട് അറിഞ്ഞ് സന്തോഷത്തോടുകൂടി നിസ്കാരമാകുന്ന സമ്മാനവും സ്വീകരിച്ച് തിരിച്ച് തൻ്റെ നാടാകുന്ന മക്കയിലേക്ക് കടന്നു വന്നത്. ഈ ഒരു സംഭവം, ഇത് വിശ്വസിക്കൽ ഒരു മുസൽമാന് നിർബന്ധമാണ്. ഏതെങ്കിലും ഒരാൾ വന്നിട്ട്, ഏതെങ്കിലും ഒരു മുസ്ലിം, നബിതങ്ങൾ മിഅ്റാജും ഇസ്രാ ഒന്നും പോയിട്ടില്ല, നബിതങ്ങൾ എങ്ങനെയാ കുറഞ്ഞ ഒരു രാത്രി കൊണ്ട് 7 ആകാശവും കടന്നു പോയി അള്ളാനെ കണ്ടിട്ട് തിരിച്ചു വരിക, അതൊക്കെ വെറും പൊട്ടക്കഥകളാണ്, അതൊക്കെ വെറും വിഡ്ഢിത്തമാണ് എന്ന് ഒരു മനുഷ്യൻ മനസ്സിൽ കരുതുകയോ അല്ലെങ്കിൽ അവൻ നാവ് കൊണ്ട് പറയുകയോ ചെയ്താൽ പരിശുദ്ധമായ ദീനിൻ്റെ മെമ്പർ അവൻ അല്ല. അവൻ ദീനിൽ നിന്നും പുറത്തു പോകും. കാരണം ഇത് വിശ്വസിക്കൽ നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബ് 27-ന്റെ രാവിൽ ഈ സംഭവങ്ങൾ, ഇസ്രാ മിഅ്റാജ് എല്ലാം കഴിഞ്ഞ് 27-ന്റെ പകൽ, അതായത് നമ്മുടെ ഇതനുസരിച്ച് ഈ വർഷം ഞായറാഴ്ച പകൽ നമ്മളെല്ലാവരും സുന്നത്ത് നോമ്പായിരിക്കും. എല്ലാവരും പ്രത്യേകം കരുതി സുന്നത്ത് നോമ്പ് പിടിക്കണം. അല്ലാഹു തആല നോമ്പിൻ്റെ എന്തൊക്കെ പ്രതിഫലങ്ങളുണ്ടോ അതൊക്കെ കരസ്ഥമാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ആ ഇസ്രാ മിഅ്റാജ് പോയി പിറ്റേ ദിവസം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ തൻ്റെ കുടുംബക്കാരോട്, തൻ്റെ കൂട്ടുകാരോടൊക്കെ ഈ വിഷയം പറഞ്ഞു. ഞാൻ ഇന്നലെ രാത്രി ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി. മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ആ യാത്രക്ക് പറയുന്ന പേരാണ് ഇസ്രാ. പിന്നെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും 7 ആകാശവും കടന്ന് പോയി അള്ളാനെ കാണാൻ പോയി. ഇതിനാണ് എന്ത് പറയുക? മിഅ്റാജ് എന്ന് പറയുക. തിരിച്ച് മക്കയിലേക്ക് വന്നു. അപ്പോൾ ആ ഒരു കോൺ രൂപത്തിലാണ് യാത്ര. മക്ക ടു ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസ് ടു എങ്ങോട്ട്? 7 ആകാശം കടന്ന് അള്ളാഹുവിലേക്ക്, അവിടെ നിന്നും വീണ്ടും മക്കയിലേക്ക്. ഇതെല്ലാം നടന്നത് ഒരു രാത്രി കൊണ്ടാണ്. അപ്പോൾ ഒരു രാത്രി കൊണ്ട് ഇത്രയൊക്കെ സഞ്ചരിച്ചു എന്ന വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അനുയായികളോട്, തൻ്റെ നാട്ടുകാരോട് പറഞ്ഞപ്പോൾ ബഹുഭൂരിഭാഗം, ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലുമുണ്ടല്ലോ കുറച്ച് ആളുകൾ,
എക്സ് മുസ്ലിംസ് എന്നാണ് അവർ പറയാറ്, അല്ലെങ്കിൽ യുക്തിവാദികൾ എന്ന് നമ്മൾ പറയുന്നു. യുക്തിവാദികൾ, നിരീശ്വരവാദികൾ എന്ത് തന്നെയാവട്ടെ, അവരൊക്കെ ഭയങ്കരമായി പരിഹസിക്കുന്ന ഒരു കാര്യമാണ് ഇസ്രാ മിഅ്റാജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മുഹമ്മദ് നബി കുറച്ച് സമയം കൊണ്ട് ഇന്നാലിന്ന സ്ഥലത്ത് പോയി, അതൊക്കെ വെറും പൊട്ടക്കഥകളാണ്, ഇന്നത്തെ കാലത്തൊക്കെ ഇത് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾ വിശ്വസിക്കണമെന്ന് ആരും ഇവിടെ പറഞ്ഞില്ല അല്ലേ? ഇത് സത്യവിശ്വാസികളോട്, ദീൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളോട് വിശ്വസിക്കണമെന്നാണ് മുത്ത് റസൂൽ പറഞ്ഞിട്ടുള്ളത്, ദീൻ പറയുന്നത്. അത് നമ്മളൊക്കെ വിശ്വസിക്കുന്നവരാണ്. ഒരു മുസ്ലിം ആകുന്നത് അവൻ ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും വിശ്വസിക്കൽ കൊണ്ടാണ്. ഇത് ഈമാൻ കാര്യവുമില്ല, ഇസ്ലാം കാര്യവുമില്ല, ദീനുമായിട്ടൊരു ബന്ധവുമില്ലാത്ത കുറച്ച് ആളുകൾ വന്ന് ഇസ്രാ മിഅ്റാജ്, നബിതങ്ങൾ മുഹമ്മദ് നബി ഇസ്രാ മിഅ്റാജ് പോയി, അള്ളാനെ കാണാൻ പോയി, ഏഴാകാശം കടന്നു പോയി, അതൊക്കെ വെറും പൊട്ടക്കഥകളാണെന്ന് പറയാൻ എന്തർത്ഥമുണ്ട് അവർ വന്ന് പറയുന്നതിൽ? ഇപ്പോൾ നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർ, ക്രൈസ്തവ സഹോദരന്മാർ, അവർ ചർച്ചുകളിൽ പോകുന്നു, ഹൈന്ദവ സഹോദരന്മാർ അതുപോലെ ക്ഷേത്രങ്ങളിൽ പോകുന്നു. അവിടെ ചെന്ന് അവർ അവരുടെ വിഗ്രഹത്തെ, അതായത് ആ കല്ലാകുന്ന വിഗ്രഹം അല്ലെങ്കിൽ ആ പ്രതിമ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, ഞങ്ങൾക്കത് ഉത്തരം നൽകും, അത് അവരുടെ വിശ്വാസമാണ്. അതിനെ നമ്മളിവിടെ നിന്നിട്ട് കളിയാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു മുസ്ലിം അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ലല്ലോ. ഇത് ഇസ്ലാമിൻ്റെ മെമ്പർ അല്ലാത്ത കുറച്ച് ആളുകൾ വന്നിട്ട് ഇസ്ലാമിൻ്റെ ചില കാര്യങ്ങൾ എടുത്ത് ഇങ്ങനെ വിമർശിച്ചത് കൊണ്ട് എന്ത് നേട്ടം അവർക്കുണ്ട്? നമ്മൾ പിന്നെ ആ ഭാഗത്ത് മൈൻഡ് ചെയ്യാറേ ഇല്ല. കാരണം ഇത് ഇങ്ങനെ ഈ ഇസ്രാ മിഅ്റാജ് തുടങ്ങി ഇസ്ലാമിൻ്റെ പല കാര്യങ്ങളെയും വിമർശിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു കൂട്ടം വിഡ്ഢികളായ ആളുകൾ ഇന്നുള്ളതല്ല, നബിതങ്ങളുടെ കാലത്തെ ഉണ്ട്. ഇസ്രാ മിഅ്റാജ് ഞാൻ പോയി എന്ന് നബിതങ്ങൾ വന്ന് പറഞ്ഞപ്പോൾ മക്കയിലുണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം ആളുകളും വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ നീ നുണ പറയല്ലേ. ഇപ്പോൾ നമ്മൾ നിരീശ്വരവാദികൾ പറയുന്നത് പോലെ, അതൊക്കെ വെറും കള്ളക്കഥകളാണെന്ന് പറയുന്നത് പോലെ എല്ലാവരും വന്ന് പറഞ്ഞു, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ താങ്കൾ സ്വപ്നം കണ്ടതായിരിക്കാം, എന്തെങ്കിലും തോന്നിയതായിരിക്കാം, ഈ ഒരൊറ്റ രാത്രി കൊണ്ട് ഇതൊക്കെ പോയിട്ട് വരാൻ സാധിക്കുമോ എന്നിങ്ങനെ നബിതങ്ങളെ അവിശ്വസിക്കുന്ന തരത്തിൽ സംസാരിച്ചു എന്നാണ്. സ്വഹാബിമാരിൽപ്പെട്ട പല ആളുകൾ പോലും അങ്ങനെ വിശ്വസിച്ചു എന്നാണ്. അതായത് നബിതങ്ങൾ അത് വെറുതെ പറഞ്ഞതാകും, നബിതങ്ങൾക്ക് തോന്നിയതാകും. ഈ ഒരു ചർച്ചകൾ നടക്കുമ്പോഴാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വരുന്നത്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അതേ ഓ അബൂബക്കർ, നിങ്ങൾ അറിഞ്ഞോ നിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നലത്തെ രാത്രിയിൽ മക്കയിൽ നിന്നും, നമ്മുടെ ഈ മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിൽ പോയി അവിടെ നിന്ന് 7 ആകാശവും കടന്ന് അള്ളാനെ കണ്ട് സ്വർഗം കണ്ട് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്നു എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ അബൂബക്കറെ എന്ന് ഒരാൾ വന്ന് പരിഹസിച്ചുകൊണ്ട് അബൂബക്കർ തങ്ങളോട് പറഞ്ഞപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അയാളോട് ചോദിച്ചു, നബിതങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അയാൾ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. നബിതങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാഹി ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, സ്വദ്ദഖ്തു ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, നബിതങ്ങൾ പറഞ്ഞത് മുഴുവനും സത്യമാണ് എന്ന് ഉറക്കെ അങ്ങോട്ട് പറഞ്ഞ സമയത്ത് അള്ളാന്റെ റസൂല് കടന്നു വന്നിട്ട് പറഞ്ഞു, അബൂബക്കറെ ഇനി മുതൽ നിങ്ങളുടെ പേരിൻ്റെ കൂടെ സിദ്ദീഖ് എന്നുകൂടി ചേർക്കാൻ അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അന്ന് വരെ അബൂബക്കർ എന്നായിരുന്നു മഹാനവറുകളുടെ പേര്. പിന്നീട് ഈ ഒരു സംഭവത്തിന് ശേഷം ഒരു സ്ഥാനപ്പേര് അള്ളാഹ് കൊടുക്കുന്നു. എന്ത്? സിദ്ദീഖ്, വാസ്തവീകരിച്ചവൻ, സത്യത്തെ അംഗീകരിച്ചവൻ, സത്യത്തെ ഉറക്കെ പറഞ്ഞവൻ എന്ന ഒരു സ്ഥാനപ്പേര് മഹാനവറുകളുടെ പേരിൻ്റെ കൂടെ ചേർത്തു. അന്നു മുതലാണ് അബൂബക്കർ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് എന്ന ആ ഒരു പേര് കരസ്ഥമാക്കാനുള്ള കാരണം. അപ്പോൾ പറഞ്ഞു വന്നത്, ഇസ്ലാമിൻ്റെ മെമ്പർ ആകണമെങ്കിൽ, ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ ആദ്യം അവൻ വിശ്വസിക്കേണ്ടത് അള്ളാഹുവിലുള്ള വിശ്വാസം, അതിനുശേഷം അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിലുള്ള വിശ്വാസം, പിന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് കൊടുത്തിട്ടുള്ള കിതാബുകളിലുള്ള വിശ്വാസം, അത് കഴിഞ്ഞ് ഖിയാമത്ത് നാളിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, അതുപോലെ നന്മയും തിന്മയും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ് വിശ്വസിക്കൽ. ഈ 6 വിശ്വാസങ്ങൾ വിശ്വസിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുസ്ലിം ആവുക. ഇന്ന് നമ്മുടെ ചുറ്റുപാടും കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്ന വിഡ്ഢികളായ, പമ്പര വിഡ്ഢികളായ എക്സ് മുസ്ലിംസ് എന്ന പേര് സ്വയം ചാർത്തിക്കൊണ്ട് വരുന്ന ആളുകൾ, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, അവർ വന്നിട്ട് പറയുന്നു ഞങ്ങൾ ഇസ്രാ മിഅ്റാജ് വിശ്വസിക്കുന്നില്ല, അതൊക്കെ പൊട്ടക്കഥകളാണെന്ന്. ഇവർ ഇസ്ലാമിൻ്റെ ഒരു കാര്യവും വിശ്വസിക്കുന്നില്ല, ഈ പറഞ്ഞ 6 കാര്യങ്ങളും വിശ്വസിക്കുന്നില്ല, ഇവർ മുസ്ലിം അല്ല. പിന്നെ വന്നിട്ട് ഇസ്രാ മിഅ്റാജ് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? ഈ ഇസ്രാ മിഅ്റാജ് വിശ്വസിക്കണമെന്ന് നിങ്ങളോടാരും പറഞ്ഞുമില്ല. ഇത് വിശ്വാസികളായ ആളുകളോടാണ് പരിശുദ്ധമായ ദീൻ ഇസ്രാ മിഅ്റാജൊക്കെ വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെപ്പറ്റി ഒരു ചർച്ചയുമില്ല. കാരണം നിങ്ങൾ മുസ്ലിമീങ്ങളെ അല്ല. പിന്നെ നിങ്ങളുടെ ചർച്ച ആസ്ഥാനത്താണ്
നിങ്ങൾ ദീനിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും എടുത്തിട്ട് പരിഹസിച്ചോളൂ. കാരണം പരിശുദ്ധമായ ദീൻ എന്നുണ്ടായോ അന്ന് മുതലേ പരിശുദ്ധമായ ഈ ഇസ്ലാമിനെ പരിഹസിക്കാൻ ഒരു കൂട്ടം ആളുകളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ കാലത്ത് നിങ്ങളാണ്. ആ ജോലി അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ജോലി നടത്തിൻ, ഞങ്ങൾ ഞങ്ങളുടെ ജോലി നടത്താം. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഈമാൻ, ഇസ്തിഖാമത്ത്, ഹിദായത്ത്, തവക്കുൽ നീ അധികരിപ്പിച്ച് നൽകണേ അള്ളാ. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അള്ളാ. ആമീൻ. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇസ്രാ മിഅ്റാജ് ആദ്യമായി വിശ്വസിച്ച മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഇസ്രാ മിഅ്റാജ് അത്ഭുതപ്പെടുത്തുന്ന യാത്രയാണ്. അതിനെപ്പറ്റി കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, കൂടുതൽ നമ്മൾ വിശദീകരിക്കുന്നില്ല. ഒരു നിശ്ചിത സ്ഥലം എത്തിയപ്പോൾ, അതായത് മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും ഒക്കെ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുറാഖ് എന്ന വാഹനത്തിൽ ജിബ്രീലിനോടൊപ്പമാണ് യാത്ര ചെയ്യുക. അങ്ങനെ ജിബ്രീലിനോടൊപ്പം ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഒരു നിശ്ചിത സ്ഥലം എത്തി. ആ സമയത്ത് ജിബ്രീൽ പറഞ്ഞു, നബിയെ, ഇനി താങ്കൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക, ഇനി എനിക്ക് അങ്ങോട്ട് വരാൻ അനുവാദമില്ല. അങ്ങനെ നബി തങ്ങൾ ഒറ്റയ്ക്കാണ് പോകുന്നത് അള്ളാനെ കാണാൻ. സ്വർണത്തിൻ്റെ കോണിപ്പടികൾ കയറിപ്പോയി എന്ന് കിതാബുകളിൽ കാണുവാൻ സാധിക്കും. ഈ സ്വർണത്തിൻ്റെ കോണിപ്പടികൾ കയറിപ്പോകുന്നത് പോലെ സ്വർണത്തിൻ്റെ കോണിപ്പടികൾ ഒരാൾ കാണും. ആര്? മരിക്കുന്ന സമയത്ത് ഒരു മുഅ്മിൻ. അവൻ നല്ല മരണമാണ് എങ്കിൽ അവൻ ആ കോണിപ്പടികളിലേക്ക് നോക്കിക്കൊണ്ടായിരിക്കും അവൻ്റെ റൂഹിനെ അള്ളാഹു പിടിക്കുക എന്ന് മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹു തആല ആ ഒരു സൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അള്ളാഹ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് പരിശുദ്ധമായ റജബ് 27 രാവ് കടന്നു വരികയാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇന്ന് മഗ്‌രിബിന് മുമ്പ് നല്ലതുപോലെ വുളുവെല്ലാം എടുത്ത് എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് കഴിയുന്നതുപോലെ ഉപ്പമാര് പള്ളിയിലും ഉമ്മമാര് മക്കളുമായി വീട്ടിലും ഇരുന്നിട്ട് തസ്ബീഹ് ചൊല്ലണം. ഏത് തസ്ബീഹ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ആ ദിക്ർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം അല്ലാഹുവിൻ്റെ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന സന്ദർഭമാണ്. റജബ് 27 സുന്ദരമായ ആ മുഹൂർത്തത്തിൽ ആരൊക്കെ എന്തൊക്കെ ഇബാദത്ത് എവിടെ വെച്ചെല്ലാം ചെയ്യുന്നുണ്ടെന്നറിയാൻ മലക്കുകൾ വരുമ്പോൾ നമ്മളെ കാണണം എങ്ങനെ ദിക്ർ ചൊല്ലുന്നവരായിട്ട്. അതുകൊണ്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. മാത്രമല്ല, ഈ രാവിനെയും നാളത്തെ പകലിനെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. എങ്ങനെ? നന്മകൾ അധികരിപ്പിച്ചുകൊണ്ട് ബഹുമാനിക്കണം. പിന്നെയോ തിന്മകൾ ചെയ്യാതിരിക്കൽ കൊണ്ടും ഇതിനെ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട്. മാത്രമല്ല, നിസ്കാരം കൃത്യമാക്കണം. ഇന്നത്തെ ളുഹർ, ഇന്നത്തെ അസർ, പിന്നെ വരുന്ന മഗ്രിബ്, പിന്നെ വരുന്ന ഇശാ, സുബഹി, പിന്നെ നാളത്തെ പകലിൽ നോമ്പുകാരായിരിക്കുമല്ലോ നമ്മളെല്ലാവരും. നാളത്തെ നിസ്കാരവുമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സുന്നത്ത് നിസ്കാരങ്ങൾ കഴിവതും നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. മാത്രമല്ല, കഴിയുന്ന രൂപത്തിൽ സ്വലാത്തുകൾ ഒരുപാട് പറയുക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തുൽ ഫിർദൗസിയ, ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന സ്വലാത്ത്. ആ സ്വലാത്ത് ഇങ്ങനെ ഒരുപാട് വട്ടം നമ്മൾ പറയണം. അതുപോലെ തന്നെ സ്വർഗത്തെ നമ്മൾ ചോദിക്കണം. അള്ളാന്റെ റസൂല് സ്വർഗത്തെ കണ്ട രാവാണ്. അതുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുവേ സ്വർഗത്തെ ഞാൻ ചോദിക്കുന്നു എന്ന ആ ഒരു ദിക്ർ നമ്മൾ ഒരുപാട് വട്ടം വർദ്ധിപ്പിക്കുക. അതുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. നരകത്തിൽ നിന്നും മോചനം ചോദിക്കണം, കാവൽ ചോദിക്കണം. അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, നരകത്തിൽ നിന്നും കാവൽ നൽകണേ എന്ന ദുആ നമ്മളിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, നരകത്തിൽ നിന്നും കാവൽ നൽകണേ എന്ന ദുആ നമ്മളിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. മാത്രമല്ല, എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ, റജബ് 27 രാവിലും പകലിലും ഈ ദിക്ർ നമ്മൾ ഒരുപാട് കണ്ട് അധികരിപ്പിക്കണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം.
സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. ഈ ദിക്ർ നമ്മൾ ഒരുപാട് കണ്ട് അധികരിപ്പിക്കണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. മാത്രമല്ല ഇബ്രാഹിമിയ സ്വലാത്ത് നമുക്കെല്ലാവർക്കും അറിയാം, നിസ്കാരത്തിൽ നമ്മൾ ഓതുന്നതാണ്, പറയുന്നതാണ്. ആ സ്വലാത്ത് ഒരുപാട് കണ്ട് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. മാത്രമല്ല സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത് ഒരുപാട് വട്ടം നമ്മൾ ഇന്നത്തെ രാവിലും നാളത്തെ പകലിലും അധികരിപ്പിക്കേണ്ടതുണ്ട്. പിന്നെ പരിശുദ്ധമായ ഖുർആൻ, അറിയാവുന്ന സൂറത്തുകൾ ഓതുക. പരിശുദ്ധമായ ഖുർആൻ നമ്മൾ ഒരുപാട് വട്ടം ഓതാൻ ശ്രമിക്കുക. സൂറത്തുൽ യാസീൻ, അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ ദഹ്ർ, സൂറത്തുൽ റഹ്മാൻ, അതുപോലെ അറിയാവുന്ന എന്തെല്ലാം ചെറുതും വലുതുമായ സൂറത്തുകളുണ്ടോ ഒരുപാട് കണ്ട് നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇന്നത്തെ രാവ്, ഇന്നത്തെ മഗ്രിബ് കഴിഞ്ഞ് ഇശാ കഴിഞ്ഞ് പിന്നെ നമ്മൾ കിടന്നുറങ്ങി സുബഹിക്ക് മുമ്പ് നമ്മൾ എഴുന്നേറ്റ് അത്താഴം കഴിക്കണം. ആ സമയത്ത് നമ്മൾ നീയത്ത് വെക്കണം. എന്തിന്? നാളത്തെ സുന്നത്തായ നോമ്പിന് വേണ്ടി. അപ്പോൾ നീയത്ത് നമ്മൾ ഇന്ന് മഗ്രിബോടുകൂടി വെക്കാം, അല്ലെങ്കിൽ എപ്പോഴാ നമുക്ക് നാളെ സുബഹിക്ക് മുമ്പ് വെക്കാം. സുന്നത്ത് നോമ്പായതുകൊണ്ട് നാളെ ളുഹറിന് മുമ്പെങ്കിലും നമ്മൾ ഈ നീയത്ത് മറന്നു പോവാതെ പറയേണ്ടതുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റജബ് 27-ന്റെ സുന്നത്തായ നോമ്പിനെ പറ്റിയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ അടിസ്ഥാന ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്കൊരിക്കലും ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത നോമ്പാണ് റജബ് 27-ന്റെ സുന്നത്തായ നോമ്പ്, അഥവാ മിഅ്റാജിന്റെ നോമ്പ്. അതുകൊണ്ട് നമ്മളിത് പണ്ട് മുതലേ എടുത്തു വരുന്ന നോമ്പാണ്. അതെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. സാധാരണ ഒരു മാസത്തിൽ ഒരു മനുഷ്യൻ നോമ്പ് പിടിച്ചാൽ അള്ളാഹിന്റെ റസൂലിന്റെ ഹദീസിൽ കാണാം, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ല. ഒരു മാസത്തിൽ, ഒരു പ്രത്യേകതയൊന്നുമില്ലാത്തൊരു മാസത്തിൽ ഒരാൾ ഒരു നോമ്പ് പിടിച്ചാൽ ഇത്ഖും മിനന്നാർ, നരകത്തിൽ നിന്നുള്ള മോചനമാണ് അവനിക്ക് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും ചെറിയ പ്രതിഫലം. ഏറ്റവും ചെറുതെന്താ? നരകത്തിൽ നിന്നുള്ള മോചനമാണ്. അപ്പോൾ ഏറ്റവും വലുതേതായിരിക്കും? എന്നാൽ അള്ളാഹുവിൻ്റെ മാസം എന്ന് അള്ളാഹിൻ്റെ റസൂല് പരിചയപ്പെടുത്തിയ ഈ റജബ് മാസത്തിൽ ഒരു മനുഷ്യൻ നോമ്പ് പിടിച്ചാലോ വലിയ പ്രതിഫലമാണ്, എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രതിഫലമാണ്. പ്രതിഫലങ്ങളെല്ലാം ഇങ്ങനെ എണ്ണി പറയുന്നുണ്ട്. നരകമോചനം, സ്വർഗപ്രവേശനം, പാപങ്ങൾ പൊറുപ്പിക്കൽ, അതുപോലെ തന്നെ നന്മകൾ ഒരുപാട് കണ്ട് എഴുതുകൾ, അതുപോലെ ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷകിട്ടൽ. റജബ് എന്ന് പറയുന്ന സ്വർഗത്തിൽ കടക്കുക മാത്രമല്ല, റജബ് എന്ന് പേരുള്ള ഒരു നദിയുണ്ട് സ്വർഗത്തിൽ. ആ നദി നമുക്കല്ലാഹു നൽകുമെന്നാണ്. അങ്ങനെ ഒരുപാട് പ്രതിഫലങ്ങൾ. മാത്രമല്ല റജബ് 27-ന്റെ സുന്നത്തായ നോമ്പ് പിടിക്കുന്ന ഒരു മനുഷ്യന് 5 വർഷം അവൻ സുന്നത്ത് നോമ്പ് പിടിച്ച പ്രതിഫലമാണ്. അതായത് 60 മാസം സുന്നത്ത് നോമ്പ് പിടിച്ച പ്രതിഫലമാണ്. ഈ ഒരു ഹദീസ് ഇഹ്യാ ഉലൂമുദ്ദീനിലുണ്ട്, ഫതുഹുൽ അല്ലാമിലുണ്ട്, ഇമാം ബാജൂരി തങ്ങൾ അവിടുത്തെ കിതാബിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഫതുഹുൽ മുഈനിന്റെ വിശദീകരണ ഗ്രന്ഥമാകുന്ന ഇആനത്തു ത്വാലിബീനിലെല്ലാം ഈ ഹദീസ് ഉണ്ട്. ഇതിനെ വിമർശിക്കുന്ന ആളുകളുമുണ്ട്. അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ അവർ പറയുന്നത് പറയട്ടെ. നമ്മൾ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുള്ള ഈ ഒരു കാര്യം നമ്മൾ മറന്നു പോവണ്ട. പിന്നെ എങ്ങനെയാ നീയത്ത്? നമ്മൾ ഞായറാഴ്ച നോമ്പ് പിടിക്കുന്നു, എങ്ങനെയാ നീയത്ത് വെക്കേണ്ടത്? നീയത്ത് ഇങ്ങനെയാണ്, ശ്രദ്ധിച്ചു കേട്ടോ. റജബ് 27-ന്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി പിടിച്ചു വീടുന്നു. റജബ് 27-ന്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വീടുന്നു. അല്ലെങ്കിൽ മിഅ്റാജിന്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വീടുന്നു. ഇതാണ് നിയത്ത്. ഇതിലേതെങ്കിലും ഒരു നിയത്ത് വെക്കാം. അതോടൊപ്പം തന്നെ റമളാനിൽ ഖളാ ആയി പോയ നോമ്പുണ്ട് എങ്കിൽ റമളാനിൽ ഖളാ ആയി പോയ ഒരു നോമ്പും ഇതിൻ്റെ കൂടെ ഞാൻ പിടിച്ചു വീടുന്നു എന്ന് ഉമ്മമാർക്കും അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ ഉപ്പമാരുണ്ടെങ്കിൽ അവർക്കും നിയത്ത് വെക്കാവുന്നതാണ്. അത് മറന്നു പോവണ്ട. അങ്ങനെ നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കുക. അത്താഴത്തിന് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുന്നവർ തഹജ്ജുദ് നിസ്കരിക്കുക. അത് കഴിഞ്ഞ് ഈ അത്താഴമെല്ലാം കഴിച്ച് പുരുഷന്മാർ പള്ളിയിലേക്ക് പോവുക. സ്ത്രീകൾ വീട്ടിൽ തന്നെ ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റുന്നവർ സുബഹിയൊക്കെ ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വലിയ പ്രതിഫലമാണ്. കാരണം ഈ വലിയ പ്രതിഫലം വെച്ചിരിക്കുന്നത് ആരും അങ്ങനെ നിസ്കരിക്കാറില്ല. അല്ലാത്ത വക്കത്ത് തന്നെ ജമാഅത്തായിട്ട് നിസ്കരിക്കാറില്ല. പിന്നെ സുബഹിക്കൊക്കെ പറയണോ? അപ്പോൾ അതുകൊണ്ട് തന്നെ സുബഹിയുടെ ജമാഅത്തിന് വലിയ പ്രതിഫലമാണ്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുബഹിയുടെ ജമാഅത്തിന്. കാരണം മോൾ
മോളുടെ റൂമിൽ, മരുമോളുടെ റൂമിൽ, ഉമ്മയുടെ റൂമിൽ അവരങ്ങനെ നിസ്കരിക്കുന്നത്. അങ്ങനെ നിസ്കരിക്കുന്നതിന് പ്രയാസമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒന്നിച്ചൊരു സ്ഥലത്ത് കൂടിയിട്ട് നിസ്കരിക്കുമ്പോൾ വലിയ പ്രതിഫലമാണ്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ഈ റജബ് 27 രാവ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ വാർഷികമാണ് കടന്നു വരുന്നത്. കാരണം അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹിനെ കണ്ട് തിരിച്ചു വരുമ്പോൾ അള്ളാഹു താല സമ്മാനമായി കൊടുത്തതാണ്, നമുക്ക് അള്ളാഹു സമ്മാനമായി നബിതങ്ങളുടെ കയ്യിൽ കൊടുത്തുവിട്ടതാണ് ഈ നിസ്കാരം. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സുന്നത്തായ കാര്യങ്ങൾ, സുന്നത്തായ നിസ്കാരങ്ങളൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട സന്ദർഭമാണ്. പിന്നെ നമ്മൾ നോമ്പ് പിടിച്ചു, അൽഹംദുലില്ലാ. അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളത്തെ വീഡിയോയിലൂടെ പറയാം. അതോടൊപ്പം തന്നെ നോമ്പ് തുറയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൻ്റെ വിശദമായ ചർച്ചകൾ നമുക്ക് നാളെ നടത്താം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്നത്തെ മഗ്‌രിബോട് കൂടി നമ്മൾ ചെയ്യേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒരുപാട് ദിക്റുകൾ പറയുക, സ്വലാത്തുകൾ പറയുക, നരകമോചനം ചോദിക്കുക, സ്വർഗപ്രവേശനം ചോദിക്കുക, ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാ, 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 അത് ഒരുപാട് കണ്ട് വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈ പരിശുദ്ധമായ റജബ് മാസം അനുകൂലമായ സാക്ഷിയാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അല്ലാഹു തആല നല്ല ആളുകളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റായി ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾ പറയാറുണ്ട്. അല്ലാഹു തആല അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങളെ ശിഫയാക്കുമാറാവട്ടെ. ആരെല്ലാം എന്തെല്ലാം പ്രയാസത്തിൽ, പ്രശ്നത്തിൽ, സങ്കടത്തിൽ, രോഗത്തിൽ പെട്ടിട്ടുണ്ടോ അല്ലാഹു എല്ലാവർക്കും ഖൈറും സമാധാനവും എല്ലാവിധത്തിലുള്ള റാഹത്തും ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാവട്ടെ. മരണപ്പെട്ടുപോയവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. എല്ലാ കാര്യവും അല്ലാഹു ഏറ്റെടുത്ത് നമുക്ക് നടത്തി തരുമാറാവട്ടെ. റജബ് മാസം, അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ശഅബാൻ, അത് കഴിഞ്ഞു വരുന്ന റമദാൻ, എല്ലാം അല്ലാഹു തആല നമുക്ക് ഭംഗിയായി എല്ലാത്തിലും നല്ല ഇബാദത്തുകൾ ചെയ്യുവാനും ഈ മാസമെല്ലാം അല്ലാഹുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് നമുക്കൊക്കെ അനുകൂലമായി സാക്ഷി പറയുന്ന അവസ്ഥ അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ.